വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എജു ഈസ്. കഴിഞ്ഞ ദിവസം SLCയുടെ നമുക്ക് ഗ്രേഡൊക്കെ എല്ലാവർക്കും അറിഞ്ഞു. എല്ലാവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോ ആണിത്. നമുക്ക് ഇപ്പോൾ ഗ്രേഡ് ആയതുകൊണ്ട് പലർക്കും നമുക്ക് കിട്ടിയ മാർക്കിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് അറിയത്തില്ലായിരിക്കും അല്ലേ. അത് ബേസ് ചെയ്തുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യുന്നത്. അപ്പോൾ ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിൽ SLCക്ക് നമുക്ക് ലഭിച്ച മാർക്കിൻ്റെ ശതമാനം എത്ര മാർക്കാണ് നമുക്ക് ലഭിച്ചത്. ഗ്രേഡ് നമ്മുടെ ഓൾറെഡി കയ്യിലുണ്ട്. ആ ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്ര മാർക്കാണ് ലഭിച്ചതെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമുക്കറിയാം പ്രധാനമായിട്ടും നമുക്ക് എത്ര ഗ്രേഡാണെന്ന് ചോദിച്ചാൽ എത്രയാണ്, നമുക്ക് 7 ഗ്രേഡുകളാണ് ഉള്ളത്. 8 ഉണ്ട്. ഡി ഒക്കെ വന്നാൽ അത് എന്താണ്, ഡിയും ഇയും ഒക്കെ ഫെയിൽ ആവുകയാണെന്ന് നമുക്കറിയാം. 8, 9 ഒക്കെ ഉണ്ട്. 9 ഗ്രേഡുകളാണ് മൊത്തം ഉള്ളത്, നമുക്ക് അതറിയാം. പക്ഷെ അതിൽ ജയിക്കുന്ന എത്രയാണ്, 7 ഗ്രേഡുകളാണ്. അപ്പോൾ A+, B+, C+, D+, ഇത്രയും കിട്ടിയാൽ മാത്രമേ, മിനിമം നമുക്ക് D+ വരെ കിട്ടിയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്തുള്ളൂ, എക്സാം പാസ്സാവത്തുള്ളൂ. അപ്പോൾ A+ ഗ്രേഡ് കിട്ടുന്ന ഒരാൾക്ക് ഗ്രേഡ് പോയിൻ്റായിട്ട് നമ്മൾ എടുക്കുന്ന എത്രയാണെന്ന് വെച്ചാൽ A+ കിട്ടിയ ആൾക്ക് 9 പോയിൻറ്റ്, A കിട്ടിയ ആൾക്ക് 8 പോയിൻറ്റ്, B+ കിട്ടിയ ആൾക്ക് 7 പോയിൻറ്റ്, B കിട്ടിയ ആൾക്ക് 6 പോയിൻറ്റ്, C+ കിട്ടിയ ആൾക്ക് 5 പോയിൻറ്റ്, C കിട്ടിയ ആൾക്ക് 4 പോയിൻറ്റ്, D+ കിട്ടിയ ആൾക്ക് 3 പോയിൻറ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് വിജയിക്കുന്നവർക്ക് ആ D+ വരെ നമുക്ക് നോക്കിയാൽ മതി. ഫെയിലായവർ സാരമില്ല, നമുക്ക് എക്സാം ഉണ്ട്, അത് നന്നായിട്ട് എഴുതിയെടുക്കുക. അപ്പോൾ ആകെ മൊത്തം പോയിൻ്റ് എത്രയാണെന്ന് വെച്ചാൽ 90ആണ് നമ്മുടെ മൊത്തം പോയിൻ്റ്. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ SLC മാർക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പെർസെൻറ്റേജ് ഈക്വൽ ടു എന്താണ്, ടോട്ടൽ ഗ്രേഡ് പോയിൻ്റ്. നമുക്ക് കിട്ടിയ മൊത്തം ഗ്രേഡ് പോയിൻ്റ് എത്രയാണോ, ഈ 90 നമുക്കറിയാം ടോട്ടൽ ആകെ പോയിൻ്റ് 90ആണ്. ഈ 90ൽ നമുക്ക് കിട്ടിയത് മൊത്തം എത്രയാണോ അത്ര. അപ്പം ടോട്ടൽ ഗ്രേഡ് പോയിൻ്റ് ഡിവൈഡഡ് ബൈ 90 × 100. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, നമുക്കിപ്പോൾ ഫുൾ A+ കിട്ടിയ ഒരാളുടെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ ആൾക്ക് എന്താണ്, ഈ 10 വിഷയത്തിനും എത്ര ഗ്രേഡ് പോയിൻ്റാണ് ഉള്ളത്, 9 ഗ്രേഡ് പോയിൻ്റാണ് ഉള്ളത് അല്ലേ. അപ്പം ഒരു വിഷയത്തിന് 9, അങ്ങനെ 10 വിഷയത്തിനാകുമ്പം 90. അപ്പോൾ ടോട്ടൽ ഗ്രേഡ് പോയിൻ്റ് എത്രയാണ് ആ കുട്ടിയെ സംബന്ധിച്ച്, മുകളിൽ 90 വരും. 90 ഡിവൈഡഡ് ബൈ ആകെ ഗ്രേഡ് പോയിൻ്റ് എത്ര തന്നെയാണ്, 90 × 100. 90, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം 90 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 ആവും. അപ്പോൾ 1 × 100% തന്നെ മാർക്ക് ഫുൾ, അതായത് നമുക്കെന്താണ് ഫുൾ മാർക്ക് കിട്ടിയ ഒരാൾക്ക് 100% മാർക്കുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു 4 A+, 2 A, 3 B+, 1 C കിട്ടിയ ഒരു കുട്ടിക്ക് എത്ര ശതമാനം മാർക്കാണ് ലഭിച്ചതെന്ന് കാണിച്ചു തരാം. 4 A+ ആണെങ്കിൽ ആ കുട്ടിക്ക് 4 × എത്ര ചെയ്യണം, 9. ഓക്കെ. പ്ലസ് 2 A ആണെങ്കിൽ എന്താണ്, 2 × 8, പ്ലസ് 3 B+ ആണെങ്കിൽ 3 × B+ൻ്റെ അവിടെ എന്താണ് 7 പോയിൻ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 3 × 7, പ്ലസ് 1 C ആണെങ്കിൽ 1 × 4, 4 × 9 36, 36 പ്ലസ് 2 × 8 16, പ്ലസ് 3 × 7 21, പ്ലസ് 1 × 4 4. ഇനി കിട്ടിയിരിക്കുന്ന എല്ലാ സംഖ്യകളും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഗ്രേഡ് പോയിൻ്റ് ആഡ് ചെയ്തപ്പോൾ എത്ര, 77 കിട്ടി. 77 ഡിവൈഡഡ് ബൈ 90 × 100 ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനലായിട്ട് 85.55% മാർക്കെന്ന് കിട്ടും. അപ്പം ഇത്രയും മാർക്ക് കിട്ടിയ ഒരാൾക്കും 4 A+, 2 Aയും 3 B+, 1 Cയും ഒക്കെ കിട്ടിയപ്പോൾ പൊതുവേ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ അത് കുറഞ്ഞ മാർക്കായിട്ടൊക്കെ തോന്നും. പക്ഷെ ആ കുട്ടിക്ക് 86% അടുത്ത് മാർക്കുണ്ട്. അതാണ് നമ്മുടെ ഗ്രേഡ് സിസ്റ്റത്തിൻ്റെ മാർക്കിൻ്റെയും വ്യത്യാസം. അപ്പോൾ നമ്മൾ ഗ്രേഡ് മാത്രം കണ്ടുകൊണ്ട് ഒരു കുട്ടിയെ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല, വിലയിരുത്താൻ പറ്റത്തില്ല. അയ്യോ അവന് ഫുൾ A+ ഇല്ല എന്ന് പറഞ്ഞ് ഒരിക്കലും അവനെ താഴ്ത്തി കെട്ടരുത്. കാരണം വെച്ചാൽ അവന് മാർക്ക് വൈസ് നല്ല മാർക്ക് കാണും. ടോട്ടൽ മാർക്ക് നമുക്ക് പെർസെൻറ്റേജ് നോക്കുമ്പോൾ ചിലപ്പം 90 എബോ ഉള്ളവനും ഈ പറഞ്ഞ കുട്ടി ചിലപ്പം 4 A+, എന്താണ് 4 Aയും 2 B+ ഒക്കെ ഉള്ളവന് ചിലപ്പോൾ കാണും. നമുക്കതുകൊണ്ട് നമുക്കത് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഈ
ഈ ഒരു മോഡൽ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏകദേശം 85.55%. ദാറ്റ് മീൻസ് 86%ഓളം ആ കുട്ടിക്ക് എന്താണ് ലഭിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഈ ഒരു വീഡിയോ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടാൽ മതി. താങ്ക് യു സോ മച്ച്.